ഹോസ്റ്റലിൻ്റെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ പൈസ അധികം ചിലവാക്കേണ്ടി വരില്ല. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് പൈസ പോകുന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ആദ്യം ഞങ്ങളുടെ പ്ലാന് മല്ലൂസ് കഫേയിൽ പോകാമെന്നായിരുന്നു. പക്ഷെ പെട്ടെന്ന് പ്ലാനൊന്ന് മാറ്റിയിട്ട് കൊച്ചി വില്ലേജിൽ പോയിട്ട് നല്ല പുട്ട് കഴിക്കാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് പുട്ട് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പുട്ടും ബീഫിൻ്റെ പെപ്പർ ഫ്രൈയും പിന്നെ ഗ്രേവി ഓൾറെഡി നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുട്ട് കഴിക്കാൻ കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം ആ പെപ്പർ ഫ്രൈയും ആ ഒരു ഗ്രേവിയും ആ പുട്ടും കൂടി നന്നായിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുക. പൊതുവേ പുട്ടും ചിക്കൻ കറി, പുട്ട്, ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴച്ച്, എനിക്ക് ഇതിൻ്റെ കൂടെ പപ്പടം കൂടി കുഴക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി കുഴച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് കഴിക്കുക. സന്തോഷം നല്ലപോലെ കിട്ടും, എനിക്ക് നല്ലപോലെ കിട്ടും. കാരണം നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുക, വയറ് നിറച്ച് കഴിക്കുക, അപ്പോൾ നമുക്ക് കുറേ അധികം ആശ്വാസം കിട്ടും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട്, ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ പൊറോട്ടയുടെ കൂടെയും കൂടി കഴിച്ചു. പൊറോട്ട പിന്നെ പറയണ്ട, എൻ്റെ കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.